ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷായിരിക്കും, എങ്കിലും എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. പാൻ അടുപ്പിൽ വെച്ചു, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, പച്ചമുളക് ഇട്ടു. ഇതിലേക്ക് ചെറിയുള്ളി ആൻഡ് സവാള മിക്സായിട്ട് എടുത്തേക്കുന്നത്, രണ്ടും പകുതി പകുതി. നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിനെ എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രോസസ്സ്. കുറേ ടൈം എടുക്കും. നമ്മൾ ഈ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെച്ചിട്ട് പോയാൽ കരിഞ്ഞും പോവും. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഈ പച്ചമുളക്, സവാള, ചെറിയുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ വഴറ്റലെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പൊടികൾ ചേർക്കുന്നത്. നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ മാത്രമേ പൊടികളൊക്കെ ചേർക്കത്തുള്ളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, നന്നായിട്ട് വഴണ്ട് കിട്ടും. പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉപ്പിടാൽ പഞ്ചസാര 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ അപ്പം നല്ല ഗോൾഡ് കളറായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ എന്താ പറയുക, ഗോൾഡൻ കളറിലൊക്കെ സവാള വറുത്തെടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റും. ഇത് ഒരുവിധമായിട്ടുണ്ട്. കുറച്ചുകൂടെ ആവണം. ഇനി ഇതിലേക്ക് കറിവേപ്പില കുറച്ചിടാം. നന്നായിട്ട് വഴറ്റണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റി കറിക്ക് വരണമെങ്കിൽ ഇതിൻ്റെ വഴറ്റലിലാണ് അതിൻ്റെ എല്ലാ രഹസ്യവും ഇരിക്കുന്നത്. നമ്മൾ എത്രമാത്രം നന്നായിട്ട് ചെയ്യുന്നു അത്രയും നല്ലതായിട്ട് കറി കിട്ടും. അല്ലെങ്കിൽ ഇത് ശരിക്കും മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു ഒരു റെസിപ്പി അല്ല. കുറേ ക്ഷമ വേണം, കുറേ അധികം സമയം ഇങ്ങനെ ചെയ്യണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്തു, 1/4 ടീസ്പൂൺ ചേർത്തു. മുളക് പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ടാണ് ഇത്ര മുളക്. അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇത് കൊറിയാണ്ടർ പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്തുള്ളൂ. ഈ മുട്ടയ്ക്ക് കൊറിയാണ്ടറിൻ്റെ ഒരു കുത്ത് വരുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ട് കുറച്ച് ചേർക്കാം. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം തക്കാളി ചേർത്താൽ മതി. തക്കാളി ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തക്കാളി അരിഞ്ഞിട്ടല്ല വെച്ചേക്കുന്നത്, അരച്ചാണ് വെച്ചേക്കുന്നത്. അരച്ച തക്കാളി, വെറുതെ പച്ചയ്ക്ക് തക്കാളി മുറിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്നടിച്ചെടുത്തു. ഇത് ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചതാണ്, അതുകൊണ്ട് അത് അധികം മൂപ്പിക്കേണ്ട കാര്യമില്ല. ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ചത്. ഇനിയിപ്പോൾ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഈ തക്കാളി വേവാൻ കുറേ സമയമെടുക്കും. അതും നല്ല പോലെ വഴറ്റി അതിൻ്റെ പച്ച മണമൊക്കെ പോയി ഒരു പച്ച ചൊവയൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറുന്നവരെ ഇത് വഴറ്റി ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് മുഴുവനും ഡ്രൈ ആവുന്നത് വരെ ഇതിങ്ങനെ വഴറ്റണം. അതാ പറഞ്ഞാൽ ഇതിന് നല്ല ക്ഷമ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനെപ്പോഴും സിമ്മായിട്ട് മീഡിയത്തിൽ താഴെ ഫ്ലെയിം ഇട്ടിട്ട് വേറെ ജോലികളൊക്കെ ചെയ്യും. അല്ലാതെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. ഇതിന് ഷുഗർ ആഡ് ചെയ്യുന്നത് ഈ തക്കാളിയുടെ പുളി ഇച്ചിരി കുറയാനും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനുമാണ് ഈ ഷുഗർ ആഡ് ചെയ്യുന്നത്. ഷുഗർ ആഡ് ചെയ്യുമ്പോഴാണ് റിയൽ ടേസ്റ്റ് വരുന്നത്, അതുകൊണ്ടാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ചേർത്ത് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് വേവണമല്ലോ. ഇനി സവാളയും തക്കാളിയും മസാലയും എല്ലാം ഒന്ന് വെന്ത് നല്ല ഡ്രൈ ആയി കുഴമ്പ് പരുവത്തിലാവുന്നിടം വരെ വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തു.
ചെറിയ തീയിലിട്ടേക്കുക. അപ്പോൾ ഇങ്ങനെ വെന്തോളും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയല്ല. ക്രഷ് ചെയ്ത കുരുമുളക് ലാസ്റ്റ് ഇടുന്നത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ, നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വയ്ക്കുക. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. നല്ല ടേസ്റ്റാണ്, പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് ക്ഷമ വേണം, എന്നാൽ മാത്രമേ ഈ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ.